എന്തുണ്ട് വിശേഷം? എവിടെ മോനെ? സുഖമാണ്. ഞങ്ങള് എന്നുള്ളത് ലുസൈലിലാണ്. അതായത് ഖത്തറിലെ എന്തൊക്കെ ഇവന്റ്സ് വന്നാലും ഇവിടെ വെച്ചിട്ടാണ് അവരുടെ മെയിൻ ലാസ്റ്റ് ഫിഫയുടെ ലാസ്റ്റ് കളി ഇവിടെ വെച്ചിട്ടായിരുന്നു നടന്നത്. ഇവിടെ വെച്ചിട്ടാണ് പരേഡുകളും കാര്യങ്ങളും ഒക്കെ അവർ നടത്തുന്നത്. വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലേസ് അല്ലേ? അതായത് ഖത്തറിലെ മെയിൻ പ്ലേസ് ആണ് ലുസൈൽ വരുന്നത്. ലുസൈൽ ഞങ്ങൾ കാണിച്ചു തരാം. അവിടെ ഒരു 2 ടവർ ഉണ്ട്. ഇതിന്റെ മുഖം ലോക്കാക്കി വെച്ചേക്കാം. ഞാൻ തിരിയുമ്പോഴാണ് നിങ്ങൾ തിരിയത്തുള്ളൂ. വാ, എന്റെ ഐഡിയ ആണ്. ഞാൻ വ്ളോഗിൽ ഫുൾ ഉണ്ടാവുമല്ലോ. ഇതാണ് ഞങ്ങളുടെ ബാക്കിൽ കാണുന്നതാണ് ലുസൈൽ ബൊളിവാർഡിലെ ആ 2 മീൻസ് പില്ലർ പോലെ, സിലിണ്ടറിക്കൽ പില്ലർ പോലെ വന്നേക്കുന്നത്. എങ്ങനെയുണ്ട്? നൈസ് വ്യൂ അല്ലേ? ഇതൊക്കെ ഖത്തറുള്ളവര് കണ്ട് മടുത്തൊരു സംഭവമാണ്. പക്ഷെ എന്നാലും ഞങ്ങൾ വ്ളോഗ് ചെയ്യും അല്ലേ? കാരണം വേറെ ഒന്നും ഇല്ല. ഈ അറ്റത്ത് അങ്ങ് തുടങ്ങുക ഞങ്ങള്. അപ്പൊ നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ദിസ് ഈസ് മുസമ്മിൽ. അപ്പോ ഞങ്ങളുടെ വ്ളോഗിങ് ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യാണ് അല്ലേ? ഇൻഷാ അല്ലാഹ്. അപ്പോ നിങ്ങളുടെ സപ്പോർട്ട് വേണം. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ അല്ലേ? അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ. അതെ. എങ്ങനെയുണ്ട് കന്തൂറ? പിന്നെ ഖത്തറിൽ കുറെ ഫുഡ് വ്ളോഗ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ട്രാവലിംഗ് വ്ളോഗ്, മീൻസ് ഓരോരോ സ്പോട്ടുകൾ കണ്ടുപിടിച്ച് ഓഫേഴ്സ് ഒക്കെ തരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇതിനകത്ത് നമ്മൾ ചെറിയൊരു ഭാഗമാകാൻ വേണ്ടിയാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് കിട്ടുന്ന മീൻസ് ഓഫറുള്ള സ്ഥലങ്ങളായിക്കോട്ടെ, ഫുഡ് വ്ളോഗിങ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഇതുപോലെയുള്ള അട്രാക്റ്റീവ് ആയിട്ടുള്ള പ്ലേസസ് ആയിക്കോട്ടെ, അതൊക്കെ ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതാണ് ഞങ്ങളുടെ ബ്ലോഗിലൂടെ. ഇവിടെ മെയിൻലി ഒരു യൂറോപ്യൻ സ്റ്റൈൽ പോലാണ് ഈ ലുസൈൽ സെറ്റാക്കി വെച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു സ്ട്രീറ്റ് വേ പോലെ ഇല്ല, അത് നമുക്ക് സ്ട്രീറ്റ് വേ പോലെ നമുക്ക് നടക്കാനുള്ള ഒരു പ്ലേസ് ഉണ്ട്. ഇങ്ങനെ നമുക്ക് നടന്ന് ഇതിലെ കൂടി പോവാം. അതുപോലെ തന്നെ ഒരുപാട് അപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പിസ്സയുടെ ഷോപ്പുകളുണ്ട്. ജ്യൂസ് ഐറ്റംസ് കിട്ടും അല്ലേ? ഇതിന്റെ മുഖം ലോക്കാക്കിയോണ്ട് ഇപ്പൊ നല്ല വളവാനാ. അപ്പൊ ഞാനിതൊന്നും പോവാൻ പറ്റൂല. ഈ സംഭവം ഇപ്പൊ പറഞ്ഞൊക്കെ ഇപ്പൊ നിങ്ങൾക്ക് അറിയാൻ മതിയാവും അല്ലേ? ഇവിടെ വന്നോല് ഇവിടെ ഇഷ്ടം പോലെ ലുസൈലാണ്, ബോളിവാർഡാണല്ലോ ഖത്തർ വന്നോൽക്ക് ഒരു സ്ഥലം. ഞങ്ങൾ ഇവിടെ ആയിരുന്നു റീസെന്റ് ഒരു ടെസ്ലയുടെ ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു അല്ലേ? ഞങ്ങൾ ഇവിടെ നിന്ന് വീഡിയോസ് ഒക്കെ എടുത്തത്. നമ്മളെ കാറിന്റെ റിവ്യൂവും ചെയ്യുന്നുണ്ട്. അപ്പൊ അതും നിങ്ങൾ ഇരുന്ന് കാണുക. അപ്പം ഇതിനകത്ത് വേറെന്താ പറയാനുള്ള? എന്തെങ്കിലുമൊക്കെ പറ. ഒരുപാട് റിഫൈൻഡ് ആയിട്ട് നമ്മൾ സംസാരിക്കണം ഞങ്ങൾ പ്ലാൻ ചെയ്ത. നമുക്ക് ഇങ്ങനെ എഡിറ്റ് ചെയ്യണമെന്ന് ഇഷ്ടമില്ല വീഡിയോ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ ഇടുക അല്ലേ? അത് തന്നെ, അത്രേ ഉള്ളു. പിന്നെ നിഹാദിനെ സംബന്ധിച്ചിടത്തോളം നിഹാദ് ഞാൻ പരിചയപ്പെടുത്താം. നിഹാദ് ഇവിടെ വന്നിട്ട് ഇവിടെ ഒരു മെയിൻ മീൻസ് ഈ സോഷ്യൽ മീഡിയ അങ്ങനത്തെ കാര്യങ്ങൾ, മാർക്കറ്റിംഗ്, ഒരു ബ്രാൻഡിങ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ബ്രാൻഡിങ്ങിന്റെ മെയിൻ ഒരാളാണ്. ഞാൻ ഒരു HR അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. പിന്നെന്താ, അതൊക്കെയാണ്. അപ്പം ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് ഒരു പാഷൻ, ജസ്റ്റ് ഒരു വ്ളോഗൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഷെയർ ചെയ്യാം അല്ലേ? ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങളാണല്ലോ. ചിലർക്ക് ഫുഡ് വ്ളോഗ് ചെയ്യുന്നത്, ചിലർക്ക് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. പണ്ട് മുതലേ ഓരോ ആൾക്കാരും ഒക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും ഞാനും ആഗ്രഹിച്ചിട്ടുണ്ട് ഇങ്ങനെ വന്ന് വീഡിയോയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ ഒരു ചടപ്പായിരിക്കും എന്നുള്ള രീതിയിൽ. പക്ഷെ ഇപ്പൊ ഒരു ചടപ്പുണ്ടല്ലേ? ഇപ്പൊ മാറി ചെറുതായിട്ടുണ്ട്, അന്നേരം കുഴപ്പമില്ല. അപ്പൊ ആ ചടപ്പൊക്കെ ഞങ്ങൾ മാറും. ഞങ്ങളുടെ കിഡിലൻ യൂട്യൂബേഴ്സ് ആയിട്ട് മുൻനിരയിലേക്ക് വരും അല്ലേടാ? പക്ഷെ നിങ്ങളുടെ സപ്പോർട്ടാണ് വേണ്ട. ഇൻഷാ അല്ലാ. ഇവിടെ കുറേ ഫുഡ് സ്പോട്ട് ഉണ്ട് കേട്ടോ. കുറേ ഫുഡ് സ്പോട്ടും അതുപോലെ തന്നെ കുറേ അപ്പാർട്ട്മെന്റ്സും അതുപോലെ തന്നെ കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലേസസ് ഒക്കെ ഉണ്ട്. മടി കൊണ്ടാട്ടോ ഞാൻ അങ്ങോട്ടും തിരിയണം. ഇവര് വിചാരിച്ചു ഞാൻ ക്യൂട്ട്നെസ് ഇടാം. അപ്പം നിഹാദും ഇനിയുള്ള ജേണിക്കകത്ത് എൻ്റെ കൂടെ ഉണ്ടാവും ഇൻഷാ അല്ലാ. ഈ കുറെ ഒരേപോലത്തെ വൈബ് ഉള്ളവർ നമ്മുടെ കൂടെ ഉള്ളപ്പം നല്ല തുടക്കം വൈബ് ഉള്ളവർ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നൈസാണ്. അപ്പൊ ലുസൈൽ നിന്ന് ഞങ്ങൾ തുടങ്ങുന്നു. ഓക്കെ, ബാക്കിയൊക്കെ പറഞ്ഞ പോലെ ഓക്കെ ഇൻഷാ അല്ലാഹ്. ഞാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണാം മുസമ്മിലിന്റെ കൂടെ. അതെ, ഇത് ഈ പച്ചന്റെ മുഖത്തൊന്ന് മാറ്റണം കേട്ടോ. നിങ്ങളെ മുഖത്ത് ആക്കണം. ഇത് കണ്ടോ, ഇത് സംഭവം ഉണ്ടോ? ഇന്നെ ഫോളോ ചെയ്യണ കാണിച്ചാ കണ്ടോ?
ഇന്നെ തന്നെ ഫോളോ ചെയ്യുള്ളൂ ഇന്ന വ്ളോഗിൽ പെടുത്താനേ. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ ഇൻഷാല്ലാ മുസമ്മിൽ അടുത്തേക്ക് വന്ന മുസമ്മില കിട്ടും. ഓക്കെ ബൈ ബൈ. അപ്പൊ അത് പറഞ്ഞുകൊണ്ട് ഇവിടെ വെച്ച് ആ കാര്യം നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ഹലോ അസ്സലാമു അലൈക്കും. ഈ സാധനം ആദ്യമായിട്ട് ആയതുകൊണ്ട് ഇതിന്റെ കൈക്ക കിട്ടണില്ല, പിടിച്ചോടത്ത് കിട്ടണില്ല. ഇത് മുസമ്മിലിന് തന്നെ അത് നടക്കുള്ളൂ. മുസമ്മിലെ ഇജ്ജ് പിടിച്ചോ. നാണക്കാരനല്ലയോ. ഞങ്ങൾ ബോളിവാർഡ് മീൻസ് വീതിയിലൂടെ നടക്കുകയാണ്. റോഡിൻ്റെ ആ ഒരു സെൻറ്ററിൽ കൂടി ഞങ്ങൾ നടക്കാൻ വേണ്ടി പോവാണ്. നിങ്ങൾ കാണുന്നുണ്ടല്ലോ നിങ്ങൾ ഈ ബാക്കിലത്തെ ഇത്. നിഹാദേ, ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താ? ഫുഡാണോ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം? അതെന്താ അങ്ങനെ ഫുഡാണെന്ന് പറയാൻ കാരണം? അങ്ങനെ സ്ക്രിപ്റ്റഡ് കാര്യങ്ങൾ എന്താ ചോദിച്ചതൊക്കെ കൊണ്ട് പറഞ്ഞു തരണോ? അങ്ങനെ ചോദിക്കരുത്, പെട്ടെന്ന് ചോദിക്കുമ്പോൾ അറിയില്ലല്ലോ. ഓക്കെ, ലൈഫ് എന്ന് പറയുന്നതിന്റെ പർപ്പസ് എന്താണ്? അങ്ങൊന്നും ചോദിക്കരുത്, എനിക്കറിയില്ല സത്യം. ഇങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് ചോദിക്കുമ്പോഴേ ഞാൻ പ്രിപ്പയർഡ് അല്ല. അങ്ങനെ എന്താ സംഭവം പറഞ്ഞോണ്ട് എനിക്കറിയോട്ടെ. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ചാൽ, പിന്നെ ഖത്തറാണ് ഈ ചോപ്പ് കത്തുമ്പോഴേ പിന്നെ ഇമ്പോർട്ടന്റ് ഒക്കെ ഫൈൻ അടിച്ച് തീർക്കേണ്ടി വരും. അത് ശരിയാ. ഞാൻ മനസ്സിലാക്കിയത് ലൈഫ് എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും വേണ്ടത് സമാധാനമാണ്. സമാധാനം ഇല്ലെങ്കിൽ അപ്പൊ ചോദിക്കും പൈസ വേണ്ടത്, പൈസ വേണ്ടെന്ന് ചോദിക്കും. പൈസയും വേണം, പക്ഷേ പൈസ ഉണ്ടായിട്ടും സമാധാനം ഇല്ലാത്ത പല ആൾക്കാരും എന്റെ പോലെ. ഞാൻ വെറുതെ പറഞ്ഞോ. പൈസ വെരി ഇമ്പോർട്ടന്റ് ആണ്. അപ്പം ഈ ക്യാമറ കാണുമ്പോ പിന്നെ നല്ല തടിച്ച പോലെ അല്ലേ? എന്നെ അറിയണവർക്ക് അറിയാം, ഞാൻ തടിച്ചിട്ടല്ല കേട്ടോ. ഇല്ല, അവൻ സ്ലിം ആണ്. നിഹാദ് എപ്പോഴും സ്ലിം ആണ്. അതെ, ഇനി പൈസന്റെ കാര്യം പറഞ്ഞോളി. അതായത് നമുക്ക് പൈസ വെരി ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിൽ പോകണമെങ്കിലും, ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കണമെങ്കിലും, ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യണമെങ്കിലും, പിന്നെ നമ്മുടെ ബന്ധുക്കളുടെ അടുത്ത് പോലും നമുക്ക് ഈ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഇവിടെ നോക്കിക്കോ, പിന്നെ ബന്ധുക്കള് തീരുമാനമാവും. ഓക്കെ, കാരണം ഇവിടത്തൊക്കെ ഫൈനാക്കാരം ഇവിടെ അടച്ചോനെ ഭയങ്കര ഫൈനാട്ടോ. അപ്പോൾ നമ്മളെ ബന്ധുക്കളായിക്കോട്ടെ, നമ്മൾ അംഗീകരിക്കണമെങ്കിൽ നമുക്ക് പൈസയും വേണം. അതോടൊപ്പം തന്നെ നല്ലൊരു നമുക്ക് നമ്മളുടേതായിട്ടുള്ളൊരു പൊസിഷൻ ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് മാത്രമേ വിലയുള്ളൂ. പക്ഷേ ആ വിലയോടുകൂടി തന്നെ നമുക്ക് എന്ത് വേണം? സമാധാനം വേണം. ഞാൻ തൊലി ഊരിച്ചേട്ടാ. അയ്യോ, കാരണം നമ്മൾ വ്ലോഗ് ചെയ്യുന്ന പല ആൾക്കാരും നോക്കുന്നുണ്ട്. ഇവിടെ ആകെ 4 ആളുള്ളൂ. ആ 4 ആൾക്കാർ നമ്മളെ തന്നെ നോക്കുക. ഞാനാണ് ഈ കഷ്ടകാലത്തിന് ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാ. ഇതല്ലേ മെട്രോ സ്റ്റേഷൻ ആണോ? വേറെന്തോ കാര്യം പറഞ്ഞോണ്ടിരിക്കില്ലേനു. അപ്പം നമ്മുടെ ലൈഫിൽ നമുക്ക് സമാധാനം വേണം. ലൈഫിന്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ സമാധാനമാണ്. ഇവിടെ ഇരിക്കണം, നമുക്ക് ആദ്യം ഇരിക്കണം. വേണേ ഇരിക്കാം. നമുക്ക് കണ്ട അവിടെ ഒരു ചടക്കുവേ, കാണുന്നവർക്ക് ചടക്കല്ലേ, ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കല്ലേ. ഇതിനുള്ളിൽ കയറി ഇരിക്കണം. ഇതിനുള്ളിൽ കയറി ഇരിക്കാം. പക്ഷെ ഇത് ഫാമിലി ആയിട്ടുള്ള ആൾക്കാർക്കല്ലേ? അല്ല, അങ്ങനുണ്ടോ? അങ്ങനെ ഉണ്ട്. ഉണ്ട്. കണ്ടിന്യൂ ചെയ്തോ. ഇപ്പൊ ഈ ചില സംസാരങ്ങളുണ്ടല്ലോ ഇതിലുള്ള, അത് വേണേ നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഒഴിവാക്കണം, കുഴപ്പമില്ല. ഇത് പറയാതെ ഇതിൽ ലോഡ് ചെയ്ത് പറയുന്നുണ്ട്. അത് ശരി, ചെയ്യില്ല. ഇത് ബാച്ചിലേഴ്സാ? ബാച്ചിലർ. അങ്ങനെ തുറക്കൂല, സ്വിച്ച് ഒക്കെ നിൽക്കാണ്ട് തോന്നുന്നുണ്ട്. അത് വർക്കിംഗ് അല്ല ഇവിടെ. വർക്കിംഗ് അല്ല? അത് മോശമായിപ്പോ. ഇതെന്തുവാടെ സംഭവം? എന്ത് പള്ളി ആയിരിക്കണം. അപ്പം നമ്മുടെ ലൈഫ് പർപ്പസ്. അപ്പം ലൈഫിലെ മെയിൻ ഒരു കാര്യം എന്ന് പറയുന്നത് സമാധാനമാണ്. എന്തുണ്ടെങ്കിലും സമാധാനം ഇല്ലെങ്കിൽ ലൈഫ് അൺസാറ്റിസ്ഫൈഡ് ആണ്. കാരണം ഇന്നലെ ഞങ്ങൾ രേഖാചിത്രം മൂവി ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് സിദ്ദീഖ് ഫസ്റ്റിലെ പറയും, ഞാൻ ഒരുപാട് പൈസ സമ്പാദിച്ച്, പക്ഷെ ആ പൈസ കൊണ്ട് എനിക്ക് സമാധാനം കിട്ടില്ല എന്ന് പറഞ്ഞേ. കാരണം അത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ്. പല ആൾക്കാരും പൈസ ഉണ്ടായിട്ടും, ഒരുപാട് ആൾക്കാർ അവരെ സപ്പോർട്ട് ചെയ്യാനുണ്ടായിട്ടും സമാധാനം ഇല്ലാത്ത ജീവിതം നയിക്കുന്ന പല ആൾക്കാരുണ്ട്. അപ്പോൾ സമാധാനത്തിന് വേണ്ടി ഉള്ള വെള്ളരിപ്രാവാവുക അങ്ങനെയൊന്നുമില്ല കേട്ടോ. പണം ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ആ പണം ഉണ്ടാക്കാൻ പഠിച്ചോ, അവൻ വിജയിച്ചു. അല്ലേടാ? എല്ലാവരും പറയും പണത്തിനെക്കാട്ടും വലുത് സമാധാനമാണ്, പണമാണ് വലുത് അല്ലേ? അടച്ചൊക്കെ വ്ളോഗിൽ വരും. ഉള്ള ബർക്കത്ത് ചെയ്യട്ടെ. പിന്നെ അവൻ ജോലി ചെയ്യുന്ന ഏതോ ഒരു വലിയ സ്ഥലത്താ. ആര്? ഞാനല്ല. ഇതൊക്കെ കാണിച്ചു കൊടുക്ക്. ഇവിടെ ഉള്ളവരൊക്കെ കണ്ട് ടൈം പൊട്ടിയായിരിക്കും. എന്നാലും ഞങ്ങൾ കാണിക്കും. നമുക്ക് ഇതൊക്കെ തന്നെ ഉള്ളൂ ഖത്തറിൽ അല്ലേ? അൽ ഖത്തരി അൽ മുഖ്തരി.
ആവശ്യമില്ലാത്ത പറഞ്ഞ് ബോറാക്കണ്ട. പക്ഷെ ഈ സ്ട്രീറ്റിൽ കൂടി നടക്കുമ്പോഴുണ്ടല്ലോ ഒരു പ്രത്യേക കുറേ ഇങ്ങനെ ഈ LED വാൾസും ഒരു പ്രത്യേക ഒരു ഫീലല്ലേ. പക്ഷെ ഒരു പട്ടിക്കുഞ്ഞു പോലും ഇല്ല, അത് വേറൊരു യാഥാർത്ഥ്യം. കുറെ കോഫി ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഒരു കോഫിക്ക് 40 റിയാല. നമുക്ക് വാങ്ങാൻ പറ്റൂലേ? വാങ്ങാനൊക്കെ പറ്റും, കേറണം. വേണ്ട, 40 റിയാലൊക്കെ കൊടുത്തിട്ട് കോഫി ഒക്കെ കുടിക്കണം, അതിന്റെ ആവശ്യം ഞങ്ങൾ കാണുന്നില്ല. 40 റിയാൽ കൊണ്ട് അൺലിമിറ്റഡ് മന്തി ഇട്ടോ. നെഹദി മന്തി അധികം പ്രൊമോഷൻ ആയ ഫസ്റ്റ് വീഡിയോ തന്നെ. പിന്നെ വണ്ടി അവിടെ ഇവിടെ നിർത്തി ഇങ്ങനെ നടന്ന ചിലപ്പോഴേ ഞാൻ വ്ളോഗിങ് നിർത്തും. നമുക്ക് അപ്പുറത്ത് ഇറങ്ങിയിട്ട് കുഴപ്പമില്ല, തടി പറയാനൊക്കെ നല്ലതാ, കുറച്ച് നടത്താം. രാത്രി ഇവിടെ വന്നിട്ട് നടന്നു കഴിഞ്ഞാൽ ഒരു വൈബായിരിക്കും അല്ലേ. പിന്നെ ഹലോ ചെക്ക് സഹൃദയരായ നാട്ടുകാരെ, ഞങ്ങളുടെ വ്ളോഗിൻ്റെ വൈൻഡപ്പ് സമയമായി. അതുകൊണ്ടൊന്നുമില്ല, അതിനകത്തൊന്നും നമ്മളൊന്നും പറഞ്ഞിട്ടില്ല. ഇത് വെറും ഒരു തുടക്കം മാത്രം. എൻ്റെ ഒടുക്കം നാളെ മറ്റന്നാളെ. ഞാൻ ഇങ്ങനെ പലപ്പോഴും ആലോചിക്കാൻ, നമ്മളിങ്ങനെ പറയുന്ന അങ്ങ് ഈ ആലപ്പുഴ സ്റ്റൈലാന്ന് തോന്നി, ഈ സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള രീതിയിൽ സംസാരിക്കുന്നത്. അതെങ്ങനെയാണ് മാറ്റുന്നത്? മാറ്റാൻ ഇഞ്ഞൊരു അത് ഞാൻ ഓഫാക്കിയോ? ഇല്ല, അടി പൊട്ടിക്കണം. അയ്യോ, ഇപ്പം സെറ്റായി. ഇവിടെ പച്ച കളർ കത്തിയാലേ നമ്മൾ മീൻസ് മറ്റേത് എക്കോന്ന് കൊടുത്തേക്കുന്നത് ഇതാ നോയിസ് ക്യാൻസലേഷനാ. അപ്പം ഗൈസ് നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അയ്യോ എനിക്ക് വയ്യ, ഈ കണ്ടോണ്ടിരിക്കുന്നവർക്ക് ബോറടിച്ചിട്ടുണ്ടാവും. കണ്ടോണ്ടിരുന്ന ബോറടിക്കല്ല, ഇതല്ലേ എന്തല്ലേ പാചം പറയണോ? ടൈമല്ലേ? ഫസ്റ്റ് ടൈം ഞങ്ങള് പാവങ്ങളല്ല, നമ്മളെ വലിയ ആൾക്കാരൊന്നും അല്ല, ചെറിയ രീതിയിൽ തുടങ്ങുക. മെട്രോ ഉണ്ട് ഇവിടെ. ആ മെട്രോ ഉണ്ട് ഇവിടെ. ഈ ട്രാം ഉണ്ടാ ഇപ്പൊ ഒന്നും ഓടണില്ല, നമ്മളൊന്നും ഉണ്ടായിരിക്കും. അപ്പൊ ഗൈസ് നമ്മൾ ഇത് വൈൻഡപ്പ് ചെയ്യുകയാണ് ഗൈസ്. തുടങ്ങിയതോടെന്ന് അറിയില്ല, പക്ഷെ വൈൻഡപ്പ് നമ്മൾ എടുക്കുന്നുണ്ട്. അതാ എന്താന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല, എന്തൊക്കെയാ ഈ കൊച്ചു ഖത്തറിൽ നടക്കുന്നെന്ന് അറിയത്തില്ല. ഖത്തറിൽ നല്ല തണുപ്പാണ്. ഞാനാണെങ്കിൽ ഈ ഒരു സാധനം കന്തൂറ അതിട്ട് പോകുന്നും ചെയ്തു. പക്ഷെ നീ പറഞ്ഞാണ് ഞാൻ അതുപോലെ തെറ്റാണ്. പക്ഷെ നീ ഒരു ക്ലൂ ഒന്നുമില്ലല്ലോ. മാക്സി ഇടുന്നുണ്ട്. എന്റെ വില്ലേല ഇത്താമാര് പറയും നൈറ്റ് ഇട്ടോണ്ട് നടക്കുന്നു, കന്തൂറ ഇട്ടോണ്ട് നടക്കുമ്പോ. അത് കൾച്ചർലെസ് അല്ല, ഇതില്ലായിട്ടാണ്. ഈ നാട്ടിൽ വന്നിട്ട് ജോലിയൊക്കെ ചെയ്യണ്ടേ, അപ്പൊ ഈ നാട്ടിലത്തെ ഡ്രസ് ഇട്ടൂടെ. അത് ശരി. അപ്പൊ ഇനി ഫുള്ള് കൊണ്ടുങ്ങണ്, എല്ലാം അപ്പോ നിഹാലെ നെക്സ്റ്റ് നമ്മളെവിടെ എങ്ങോട്ടാ പോന്ന്? അടുത്ത വൈബ് ഇത് ഖത്തറിൽ ഉണ്ടാവുമ്പോ നമ്മളോട് ചോദിച്ചാൽ ഒരു കൺഫ്യൂഷനാണ്. കാരണം എവിടെ ഇട്ടാലും നിങ്ങൾ പോയ സ്ഥലം തന്നെ, എവിടെ എന്ത് വന്നാലും ഒരു കണ്ട സ്ഥലം. ഇപ്പൊ ബോളിവുഡ് എന്ന് പറഞ്ഞാലും നിങ്ങൾ കണ്ട സ്ഥലമാണ്. സത്യം പറഞ്ഞാൽ നമ്മളല്ല ഇവിടെ ഉള്ള ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടല്ലോ, ക്രിയേറ്റേഴ്സിന് ഇവിടെ മെയിൻ സാധനങ്ങളില്ല തോന്നുന്നുണ്ടല്ലോ. എല്ലാം കുറച്ച് ഈ ചെറിയ സ്ഥലത്ത് എല്ലാവരും എത്തിപ്പെട്ടുണ്ടാവും. ഇത് ദോഹയാണെങ്കിൽ ഖത്തറാണെങ്കിൽ ഇപ്പുറത്തോട്ട് പോയാലും നമ്മൾ ഈ ക്രിഞ്ച് പരിപാടി ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുക അല്ലെ, എങ്ങനെ അല്ലെ, എന്തേലൊക്കെ പറയും ചങ്ങായിയാണെങ്കിൽ അലമ്പാക്കാനായിട്ട് നിൽക്കുക. അപ്പം ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനി അടുത്ത വ്ളോഗിൽ കാണാം. മുതമ്മിൽ എനിക്ക് ചിരി വരുന്നു. മുതമ്മില ഞാനിത് ശരി നിർത്തുക, ഇനി ഓവറായി കഴിഞ്ഞാൽ പ്രശ്നം. ബൈ ബൈ. ട്രോളരുത്, കമന്റ് ആരും ഇടണ്ട, ശരി കമന്റ് ആരും ഇടണ്ട. ബെല്ലൈക്കണും വേണേ അടിച്ചാ മതി. സബ്സ്ക്രൈബ് എല്ലാവരും ചെയ്യണം. ഇനി ഇതുപോലെയുള്ള വെറുപ്പിക്കൽ പരിപാടിയായിട്ട് ഞാൻ അടുത്ത വരും. ബൈ ബൈ. ഇത് ഇറങ്ങാനുള്ളതാണല്ലോ എന്ന് ആലോചിച്ചപ്പോ എന്നെ വെറുതെ വിടണം. ഇൻഷാ അല്ലാഹ് ശരി. അസ്സലാം വലൈക്കും അസ്സലാം. എന്നോടല്ല, അസ്സലാമു അലൈക്കും. എന്നാ ശരി.